ഒരു 1.5 2 വർഷമൊക്കെ ആയിട്ട് തമ്പു ബേബി വന്നേ പിന്നെ എൻ്റെ ഉറക്കമൊന്നും അത്രയ്ക്ക് കറക്റ്റല്ല. പക്ഷേ അഥവാ നമ്മൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞെങ്കിൽ നല്ല ഡീപ്പായിട്ട് ഉറങ്ങാൻ ഞാൻ ശ്രദ്ധിക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ കോലമാണ് ഈ കാണുന്നത്. ഒരു 4 മണിയായപ്പോൾ ഉറങ്ങിയിട്ട് 8:30 അതായത് വൈകുന്നേരം 8:30 ഞാൻ എഴുന്നേറ്റപ്പോൾ. പിന്നെ കുക്ക് ചെയ്യാനും ഉള്ള ഫുഡ് ചൂടാക്കാനൊക്കെ ഒരു മടിയായി. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, റെഡി ആവുന്ന നമുക്ക് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. കുളിക്കുന്നതിന് മുൻപാണെങ്കിലും മേക്കപ്പിന് ശേഷം അത് കഴുകി കളയാനാണെങ്കിലും റിമൂവ് ചെയ്യാനാണെങ്കിലും ഞാൻ ബേബി ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ പണ്ടൊക്കെ കുളിക്കാനാണെങ്കിലും മേക്കപ്പിനാണെങ്കിലും ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ എടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുമ്പ് അമ്മയുടെ വീട്ടിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ ഞാൻ കുളിക്കാൻ കയറുമ്പോൾ അയ്യോ അവൾ കയറിയോ എന്നാൽ ഇനി ഇപ്പോഴൊന്നും ഇറങ്ങില്ല എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് പോകെ പോകെ ഒരു 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എത്രയും വേഗം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത്രയും വേഗം ചെയ്തിറങ്ങാനാണ് ഞാൻ ശ്രദ്ധിക്കാറ്. എനിക്കതിന് കഴിവുമുണ്ട്. ഇങ്ങനൊരു കഴിവുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഈ ഇടയ്ക്കാണ് കേട്ടോ മനസ്സിലാക്കിയത്. 5 മിനിറ്റ് കൊണ്ട് കുളിക്കാനും 5 മിനിറ്റ് കൊണ്ട് ഡ്രസ്സ് ചെയ്യാനും 2 മിനിറ്റ് കൊണ്ട് മേക്കപ്പ് ചെയ്യാനും 10 മിനിറ്റ് കൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ ഞാൻ ശീലിച്ചു എന്നുള്ളതാണ് സത്യം. കാര്യമായിട്ടുള്ള മേക്കപ്പ് ഒന്നുമില്ല. എവിടെ പുറത്ത് പോവുകയാണെങ്കിലും നല്ല ഐസിട്ട് നല്ല തണുത്ത വെള്ളം കൊണ്ട് മുഖം കഴുകുന്നത് ഞാനൊരു ശീലമാക്കിയിട്ടുണ്ട്. ഭയങ്കര റിഫ്രഷിങ് ആണത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹൈയുടെ ക്രീമാണ് ആഡ് ചെയ്യുന്നത്. വേറെ അത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മോയ്സ്ചറൈസറോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണമെന്നില്ല. അത് നമുക്ക് നല്ലൊരു ഫിനിഷിങ് തരുന്നുണ്ട്. അത്യാവശ്യം മോയ്സ്ചറൈസറായിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ സ്കിന്ന്. പിന്നെ ഞാൻ അതിൻ്റെ മേലെ പൗഡറോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരുപാട് ഓയിലി ആയിട്ട് അത് തോന്നിക്കത്തുമില്ല. നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ പോവുകയാണെങ്കിലും ഒരു കടയിൽ പോവുകയാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്തിട്ടല്ലേ നമ്മൾ പോവാറ്. ആ ഫേസ് വാഷ് ചെയ്യുന്നത് നല്ല തണുത്ത ഫ്രിഡ്ജിലെ തണുത്ത വെള്ളം കൊണ്ടൊന്ന് ചെയ്ത് നോക്കൂ. നല്ല മാറ്റം നിങ്ങൾക്ക് ഒരു ഗ്ലോ, ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അത് തരും കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇതാ ഹെയറൊക്കെ ഒന്ന് ചീകി. ഞാൻ പണ്ട് മുടി കെട്ടാൻ തന്നെ ഒരു 15 മിനിറ്റ് എടുത്തായിരുന്നേ. മുൻപ് എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോൾ കട്ട് ചെയ്ത് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. നമ്മൾ തൊട്ടടുത്തൊരു കടയാണ് കേട്ടോ. നമുക്ക് ഒരുപാടൊന്നും പോകണ്ട. തൊട്ടടുത്ത് ഒരു തമിഴ് റെസ്റ്റോറൻ്റ് ഉണ്ട്. ഭയങ്കര റീസണബിൾ പ്രൈസാണ്. അത്യാവശ്യം നല്ല ഫുഡാണ്. പിന്നെ നമ്മുടെ തൊട്ടടുത്താണ്. ഞങ്ങളുടെ സ്ഥിരം കുറ്റിയാണ് ദോശ കേട്ടോ. ചേട്ടനും തത്തും ദോശയാണ് കഴിക്കാറ്. ഞാൻ എപ്പോഴും മസാല ദോശയാണ് കേട്ടോ വാങ്ങിക്കാറ്. ഇപ്രാവശ്യം ഞാൻ കൽദോശ വാങ്ങിച്ചു. എന്ത് തന്നെയാണെങ്കിലും ചട്നി ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ഒരു നോൺ വെജ് നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്യാറുണ്ട്. ഒരുപാട് ടേസ്റ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല, ബട്ട് ഒരു ഹോംലി ഫുഡാണ് നമുക്കവിടെ കിട്ടാറ്. പിന്നെ ഞങ്ങളൊരു ഡ്രൈവൊക്കെ പോയിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്.